ചാനൽ. ഇന്നെന്താ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ റീപർച്ചേസ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം, എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സും ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ എന്താ ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ വെച്ചാൽ പെർഫെക്റ്റ് മാച്ച് അല്ല, ഓക്കെ, എന്നാൽ എൻ്റെ സ്കിന്നിനെ വെച്ച് എന്താ യൂസ് ചെയ്തിട്ട് എന്താ ഇറിറ്റേഷൻസോ ഇച്ചിങ്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. യൂസ് ചെയ്തിട്ടൊരു എന്താ സ്കിന്നിനൊരു ഫ്രഷ് ലുക്ക് കൊടുക്കുന്ന അങ്ങനത്തെ പ്രൊഡക്ട്സാണ് ഞാൻ റീപർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാം. ഇതാണ്, ഇതെല്ലാവർക്കും അറിയാമല്ലോ, കണ്ടിട്ടുണ്ടാവും. മാമാർത്തിൻ്റെ റൈസ് ഫേസ് വാഷാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ 3ാമത്തെ ട്യൂബാണ്. അപ്പോൾ അത്രയും ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു റൈസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിതിട്ട് കഴുകി കഴിയാൻ നേരത്തൊരു ഫ്രഷ് ഫീല് നമ്മുടെ ഫേസിന് കിട്ടും. അതായത് ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന വെച്ചാൽ ദിവസം 2 നേരം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, അതിൽ കൂടുതൽ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഇട്ട് കഴിയാൻ നേരത്തൊരു ഫ്രഷ് ലുക്ക് കിട്ടിയ പോലെ തോന്നാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇച്ചിരി ഡ്രൈ ആക്കുന്ന പോലെ, മീൻസ് കഴുകി കഴിഞ്ഞിട്ട് ഭയങ്കര നമ്മുടെ സ്കിന്നിലെ ഫുൾ ഓയിലും ക്ലിയർ ചെയ്യുന്ന ഒരു ഫേസ് വാഷാണിത്. ഭയങ്കരമായിട്ട് ഓയിൽ ഫുൾ തൂത്ത് കളയുന്നൊരു പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇച്ചിരി ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇച്ചിരി ഓയിൽ നമ്മുടെ സ്കിന്നിന് വേണം. അപ്പോൾ അങ്ങനല്ല, ഇത് ശരിക്കും എന്താ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഓയിൽ ക്ലിയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണറാണ്. അതായത് ആൽപ്സ് ഗുഡ്നസിൻ്റെ ടീ ട്രീ ഓയിൽ. അതായത് ഇതാണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. കാരണം ഇത് ചില ടോണർ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഫേസിൽ അടിക്കാൻ നേരത്ത് ചിലപ്പോൾ ഇത് അബ്സോർബ് ചെയ്ത് കഴിയാൻ നേരത്ത് ഓയിൽ പിന്നെ കൂടുന്ന പോലെ തോന്നാറുണ്ട്. എനിക്ക് പലതും യൂസ് ചെയ്തിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിച്ച് കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓയിൽ ഫീൽ അവിടെ നമ്മുടെ ഫേസിൽ ഉണ്ടാകത്തില്ല. കറക്റ്റ് ക്ലിയർ ആയിട്ട് ഫുൾ കവർ, അതായത് ഫുള്ളായിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് ഒരു ഫ്രഷ് ലുക്ക് ഇതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു, അതായത് ഇത് ഒരു ഫസ്റ്റ് ബോട്ടിൽ തീർന്നത് അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാണ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇത്രയും വരെ ആയിട്ടുള്ളൂ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു നമ്മുടെ ടോണറാണ്. നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറം എന്ന് പറയാൻ നേരത്ത് എല്ലാവരും മൈൻഡിൽ വരുന്നൊരു സിറം ഇതെന്നായിരിക്കും, നിയാസിനമൈഡ് സിറമായിരിക്കും. ഓക്കെ, ഒബ്വിയസ്ലി ഇത് തന്നെയാണ്, നിയാസിനമൈഡിൻ്റെ സിറമാണ്. അതായത് ഡെർമഡോക്കിൻ്റെ നിയാസിനമൈഡ് സിറമാണിത്. ഇതൊക്കെ മുന്നേ ഡെർമാക്കോയുടെ നിയാസിനമൈഡ് സിറം ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 3ാമത്തെ ബോട്ടിലാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഇതായിരുന്നു. കാരണം ഇത് നമ്മൾ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയാൻ നേരത്ത് അതായത് നമ്മുടെ പണ്ടത്തെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒന്നുമല്ല, ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണിത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇതുപോലത്തെ 2 ഇത് ഫ്രീ കിട്ടിയതാണ്. ഈ 2 ബോട്ടിൽ എനിക്ക് ഫ്രീ കിട്ടിയതാണ്. പക്ഷേ സത്യം പറയാലോ, അടിപൊളി പ്രൊഡക്റ്റാണ്. ശരിക്കും നല്ല രീതിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ള വെച്ചാൽ ഇതെനിക്ക് എൻ്റെ സ്കിന്നിന് അത്രയും വർക്കായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് ഇത് യൂസ് ചെയ്തിട്ട് കുരു വരുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കിത് ശരിക്കും ഡൈലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു മൈൽഡായിട്ടുള്ള, അതായത് ഇത് ആക്റ്റീവ് ആവരുത്, നിയാസിനമൈഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആവാത്ത ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസർ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സിറം യൂസ് ചെയ്യാം. അത് സേഫാണ്. അപ്പോൾ അധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ നേരത്ത് അത്രയും കുരുവൊന്നും വരത്തില്ല. പിന്നെ അത് മാത്രമല്ല പറയാനുള്ളത് വെച്ചാൽ ഇത് ഉടനെ വാരിക്കോരി നമ്മൾ സാധാ സിറം യൂസ് ചെയ്യുന്ന പോലെ ഇത് യൂസ് ചെയ്യരുത്, പണി കിട്ടും, കുരു വരും പറഞ്ഞ പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിത് വർക്ക് ചെയ്യാത്തതെന്ന് നമുക്കപ്പോൾ തോന്നും. പക്ഷേ ഇത് ശരിക്കും വർക്ക് ചെയ്യും. ഇത് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. അതായത് നമ്മൾ ഇത് വാങ്ങിച്ച ഉടനെ ഒന്ന് യൂസ് ചെയ്യരുത്, മീൻസ് അങ്ങനല്ല ഉദ്ദേശിച്ചത്, കൂടുതൽ എമൗണ്ട് എടുത്ത് യൂസ് ചെയ്യരുത്.
ഇച്ചിരി എടുത്ത് നമ്മുടെ കയ്യിൽ ഡ്രോപ്പ് ചെയ്തിട്ട് രണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ പതുക്കെ ഡാബ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ പതുക്കെ ചെയ്ത് സ്യൂട്ടബിൾ ആക്കണം. എന്നിട്ട് കൂടുതൽ എമൗണ്ട് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ശരിക്കും സ്യൂട്ടബിൾ ആവും. നെക്സ്റ്റ് എന്ന് പറയാനുള്ളത് എന്തായിരിക്കും? മോയ്സ്ചറൈസർ ഡോക്ടർ ഷത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. ഹൽദി ഹൈലറോണിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്ക് കണ്ണും പൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് എന്തെന്ന് വെച്ചാലും ഇത് കണ്ണും പൂട്ടി വായിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് പറയുവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും മിനിമലിസ്റ്റിൻ്റെ ഒരു ഓയിലി സ്കിൻകാരുടെ ഒരു മോയ്സ്ചറൈസറും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ വർക്കിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. അടിപൊളി മോയ്സ്ചറൈസറാണ്, ഒന്നും പറയാനില്ല. അതായത് ഓയിലി സ്കിൻകാർക്ക് അടിപൊളി ആയിരിക്കും, എന്തായാലും ആയിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെൻ്റെ രണ്ടാമത്തെ ട്യൂബാണ്. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചോളൂ. കാരണം ഡോക്ടർ ഷത്തിൻ്റെ ഈ മോയ്സ്ചറൈസറിനെയൊക്കെ കൂടുതൽ ഞാൻ വാങ്ങിച്ചുള്ള സൺസ്ക്രീനാണ്. പക്ഷേ അത് ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചൊരു മോയ്സ്ചറൈസറാണിത്. ഒരു സൺസ്ക്രീൻ്റെ ഒപ്പം ഞാൻ വാങ്ങിച്ചാണ് എൻ്റെ മോയ്സ്ചറൈസർ തീർന്നിരുന്നപ്പോൾ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാനിതൊരു സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണിത്. നെക്സ്റ്റ് SPF ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡോക്ടർ ഷത്തിൻ്റെയാണ്. സെയിം, അതായത് നേരത്തെ മോയ്സ്ചറൈസറിൻ്റെ സെയിം ഇൻഗ്രീഡിയൻറ്റ് അടങ്ങിയിരിക്കുന്ന ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഒരു സൺസ്ക്രീനാണിത്. ഇതും ഓയിലി സ്കിൻകാർക്ക് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ 3 വേരിയൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സൺസ്ക്രീൻ്റെ ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീൻ 3 വേരിയൻറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു സൺസ്ക്രീനാണിത്. അതായത് ആദ്യം യൂസ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നു സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി ആണെന്ന് തോന്നുന്നു. അതെന്തോ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്നതല്ല, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് അത്ര എനിക്കതൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. അതെനിക്ക് അബ്സോർബ് ആവുന്നൊരു എന്തൊക്കെയോ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്തത്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അത് അടിപൊളിയാണ്. പക്ഷേ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഡ്രൈ ആണ്. ആ ഒരു സൺസ്ക്രീൻ ഇച്ചിരി ഡ്രൈ ആണ്. പക്ഷേ അത് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഈ രണ്ടിനേക്കാളും ഒരു പടി മുകളിലിരിക്കുന്നതെങ്കിൽ ഈ സൺസ്ക്രീൻ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതെൻ്റെ രണ്ടാമത്തെ ട്യൂബാണ്. അതായത് അറിയാമല്ലോ, എല്ലാവർക്കും സൺസ്ക്രീൻ പെട്ടെന്ന് തന്നെ തീരും. കഴിഞ്ഞിടവന വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്നുണ്ടായിരുന്നു. എനിക്കും ഇതുപോലെ തന്നെ എനിക്ക് 2 ആഴ്ച കൊണ്ടാണ് ഒരു സൺസ്ക്രീൻ തീർന്നത്. റീഅപ്ലിക്കേഷനൊക്കെ പാടായിരുന്നു, എന്നാലും പറ്റുന്ന പോലെ ചെയ്തിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും SPF മുടങ്ങാണ്ട് എല്ലാവരും ഈ എല്ലാ സ്റ്റെപ്പും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും മോയ്സ്ചറൈസറും SPFും ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്. SPF ഒരിക്കലും വിട്ടുപോകരുത്. കാരണം അത്രയും ഗുണം ചെയ്യും. ഞാൻ യൂസ് ചെയ്തിട്ട് പറയുകയാണ്, അത്രയും ഗുണം ചെയ്യും. ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഇപ്പം നമ്മൾ തുടക്കത്തിലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിരുന്നത് ഈ നമ്മൾ ഈ ലേഡീസ് എന്നൊക്കെ വാങ്ങുന്ന സാധാ ബ്രാൻഡ്, അല്ലെങ്കിൽ ലോട്ടസ് അങ്ങനെയൊക്കെ പറഞ്ഞ സാധാ ബ്രാൻഡിനെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് യൂസ് ചെയ്തിട്ടും ഓക്കെ, സൺ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ട് ഡോക്ടർ ഷത്തിൻ്റെയൊക്കെ സൺസ്ക്രീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓയിലി സ്കിന്നുകാർക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്നൊരു സൺസ്ക്രീനാണ് ഡോക്ടർ ഷത്തിൻ്റെ ഇതുപോലത്തെ സൺസ്ക്രീൻസൊക്കെ. അതായത് എന്തായാലും വർക്കിംഗ് ആവും. നമ്മുടെ പൈസ ഒരിക്കലും പറ്റില്ല. ഇച്ചിരി റേറ്റ് കൂടുതലാണ്, പക്ഷേ എന്നാലും ഇച്ചിരി ഒത്തിരി അല്ല, അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. എന്തായാലും 500-ൻ്റെ ഉള്ളിൽ നിൽക്കുന്ന റേറ്റാണ് ഇതിന് വരുന്നത്. പക്ഷേ എന്നാലും വർത്താണ്. ഒരിക്കലും അതിൻ്റെ പൈസ പോകത്തില്ല. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് വർക്കിംഗ് ആവുന്നൊരു സൺസ്ക്രീനാണിത്. പിന്നെ ലിപ് ബാം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്ത് പോയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ലിപ് ബാം. വേറെ ഒന്നുമല്ല, ഇത് ഡെർമാക്കോയുടെ കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ലിപ് ബാം. ഇത് SPF 30 ഉണ്ട്. ഇത് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടയ്ക്ക് ചുണ്ടിങ്ങനെ പൊട്ടിയിട്ടിങ്ങനെ തൊലി പൊളിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ലിപ് ബാമാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ
ഭയങ്കര സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ്. ഇത് ഇപ്പം തീരാറായി, ഈ ട്യൂബ് ഇപ്പം തീരാറായി കേട്ടോ. ഇത്ര ഉണ്ടായിരുന്നത്, പക്ഷെ ഇത്ര ഉള്ളൂ. ഞാനിത് ഇപ്പം യൂസ് ചെയ്തിട്ടൊരു രണ്ട് മാസം അത്രേ ഉള്ളൂ. അടിപൊളി സൺസ്ക്രീൻ, സോറി ലിപ് ബാമാണ്. കാരണം അതിന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് സ്ലൈറ്റ്ലി ഈ നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടാണ്, അങ്ങനെ ഉള്ളതാണോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഒത്തിരി ഒന്നുമല്ല, ഇച്ചിരി ചെറുതായിട്ട് മാറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ സൺ പ്രൊട്ടക്ഷനാണ്, ഒബ്വിയസ്ലി സൺ പ്രൊട്ടക്ഷനാണ്. ഇതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് രാത്രി നൈറ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് കിടന്നോളാം. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൽ ആ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒരു എനിക്ക് അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട്, അതായത് ഇത് രാത്രി ഇട്ടിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ചുണ്ടിലുണ്ടെങ്കിൽ അത്രയും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു നോർമലായിട്ടുള്ള ഒരു ലിപ് ബാം ഇങ്ങനെ ഒരിക്കലും നിൽക്കത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ലിപ് ബാമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, മൊത്തത്തിൽ പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. ഇതാണ് റീപർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത് പറഞ്ഞാൽ ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ റീപർച്ചേസ് ചെയ്തു. കാരണം തീരാറായി, ഇച്ചിരി കൂടെ ഉള്ളൂ. അപ്പം ഞാൻ ഇനി റീപർച്ചേസ് ചെയ്ത്. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ. ഈ ബാഗിൻ്റെ അകത്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത്ര പ്രൊഡക്ട്സ് ഉള്ളൂ പറയാനായിട്ട്. എല്ലാവരും വാങ്ങിക്കാം. മീൻസ് ഓയിലി സ്കിൻകാർക്ക് കണ്ണുപൂട്ടി വാങ്ങിക്കാം, ഉറപ്പായിട്ടും വാങ്ങിക്കാം. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു ഇഷ്യൂ ആണ്, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് യൂസ് ചെയ്യണം. പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും ഈ പറഞ്ഞ പാക്കേജ് എന്തായാലും അടിപൊളിയായിട്ട് വർക്കിംഗ് ആവും. ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, അടിപൊളിയായിട്ട് വർക്കിംഗ് ആവും. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമ്മളിത് വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിയാൻ നേരത്ത്. കാരണം ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഫേസ് വാഷിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒത്തിരി കൂടി റിസർച്ച് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഓക്കെയാണ്. കൂടുതൽ എമൗണ്ട് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ ഫേസ് വാഷാണ് ഉദ്ദേശിച്ചത്. ഒത്തിരി എടുത്താൽ മതി, ഒത്തിരി എടുത്താൽ കുറേ നാൾ നിൽക്കും. എനിക്കൊരു 3 മാസം നിന്നത്, അത്രയും സൂപ്പറാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.